വെള്ളക്കെട്ടിലായി കോഴിക്കോട് നഗരം. ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, മഴ തുടരുന്നതോടെ വെള്ളക്കെട്ടിലായിരിക്കുന്നു കോഴിക്കോട് നഗരം. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വൃന്ദ, ചെറിയൊരു മഴ മാത്രമേ പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇനി വരും ദിവസങ്ങളിലെല്ലാം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്ത് മാനാഞ്ചിറയുടെ ഭാഗത്താണുള്ളത്. മാനാഞ്ചിറ കിഡ്സൺ കോർണറിനോട് അടുത്തുള്ള റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇതിനോട് ചേർന്ന് LICക്ക് സമീപമാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറാനുള്ള ആളുകളെല്ലാം തന്നെ വലിയ ദുരിതത്തിലാണ്. അതോടൊപ്പം തന്നെ മായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചേച്ചി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ബസ് കയറാൻ നിൽക്കുവാണോ? അതെ. എങ്ങോട്ടേക്കാണ് പോകുന്നത്? കൊയിലാണ്ടിയിലേക്ക്. ബസ് സ്റ്റോപ്പ് അവിടെയല്ലേ? വെള്ളത്തിലൂടെ എങ്ങനെ പോകാനോ എന്തെല്ലാം അസുഖങ്ങളുണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. വെള്ളം ചവിട്ടിയാൽ ഇന്നലെ ഇത്ര വെള്ളമില്ലായിരുന്നു. ഇന്നിപ്പോൾ നോക്കിയപ്പോൾ അതിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ നിർത്തി തന്നിട്ടുണ്ടെങ്കിൽ കയറണം. ഇല്ലാതെ എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല. ഇവിടെ നിർത്താറുണ്ടോ? ഇല്ല, ഇവിടെ നിർത്തി തരാറില്ല. ഒന്ന് കൈ കാണിച്ച് നോക്കണം. നിർത്തി തന്നിട്ടുണ്ടെങ്കിൽ കയറണം, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പോകും. സാഹചര്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ബസ് നിർത്തി തന്നില്ലെങ്കിൽ ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് പോയിട്ട് ബസ് കയറണം. തീർച്ചയായും ഇത് തന്നെയാണ്. അതായത് കാൽനട യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ LICക്ക് സമീപമാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ്സിലേക്ക് ആളുകൾക്ക് കയറാൻ വലിയ ഒരു ബുദ്ധിമുട്ടാണ് നേരിടുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൃന്ദ, അതുമാത്രമല്ല ഈ മാനാഞ്ചിറ സ്ക്വയറിനോട് ചേർന്ന് മാത്രമല്ല മാവൂര് ഭാഗത്തും ഇതുപോലെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. മാവൂർ റോഡിലും അതുപോലെ തന്നെ കോട്ടൂളി ഭാഗത്തും അതോടൊപ്പം തന്നെ അശോകപുരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇനി ഈ മഴ കുറച്ചും കൂടെ മഴ ഇനിയും പെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ റോഡിലുള്ള വെള്ളം കടകളിലേക്ക് എത്താനുള്ള എല്ലാ ഒരു സാഹചര്യവും കാണുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റോഡിനോട് ചേർന്ന് കാൽനട യാത്രക്കാർ എല്ലാം തന്നെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിവേഗതയിലാണ് കടന്നു പോകുന്നത്. ഈ അതിവേഗതയിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം എത്തരത്തിലുള്ള വെള്ളമാണ്, അല്ലെങ്കിൽ ഈ മലിനജലമാണ്, അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ പിടിപെടാനുള്ള ഒരു സാഹചര്യം എല്ലാം ഉണ്ട് എന്നുള്ളൊരു ആശങ്കയും ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളക്കെട്ടിന് എത്രയും പെട്ടെന്ന്, നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ ഒരു വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നാട്ടുകാരെല്ലാം തന്നെ പറയുന്ന കാര്യവും അത് തന്നെയാണ്. ചേട്ടാ, ഓക്കെ, ആർക്കും പ്രതികരിക്കാനില്ല. കാരണം ഇവിടെ എല്ലാ കാലവും ഇങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്ന, ഓട്ടോ ഡ്രൈവർ അടക്കം പറയുന്ന കാര്യം അത് തന്നെയാണ്. ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഓടുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് വരെ പറയാനുള്ളത് അതാണ്. ഇനിയൊന്നും പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം പലതവണ ഈ ഒരു വെള്ളക്കെട്ടിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായൊരു പരിഹാരം കാണണം എന്നുള്ളതടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ ഇത്രയും കടന്നു പോയിട്ടും യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ്. കേൾക്കാമെങ്കിൽ തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് വലിയ രൂക്ഷമായി തന്നെ ഈ നഗരങ്ങളിലെല്ലാം തന്നെ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഓടകളെല്ലാം തന്നെ കൃത്യമായി ക്ലീൻ ചെയ്യാത്ത പ്രശ്നമാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോൾ തന്നെ ആളുകളെല്ലാം തന്നെ വളരെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നിലവിൽ പുറത്തു വന്നിട്ടുണ്ടോ? മഴ തുടങ്ങി 2-3 ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അതിനിടയിൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു വെള്ളക്കെട്ട് തന്നെയാണ് നഗരത്തിലെ പ്രധാന ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത്.
കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഈ മാനാഞ്ചിറ ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന കേന്ദ്രത്തിനടുത്തു പോലും ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത അത്ര രീതിയിൽ വെള്ളം അവിടെ ഇരമ്പി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വെള്ളം ഇവിടെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഭിനയുണ്ട്. അഭിന, ഈ മാനാഞ്ചിറ ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാണ്. അധികാരികളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നിലവിൽ വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് തുടർച്ചയായി 2-3 ദിവസമായിട്ടുള്ള മഴ കനക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യത്തിൽ അധികാരികൾ എന്താണ് പറയുന്നത്? വൃന്ദ, തീർച്ചയായും ഈ ഒരു വെള്ളക്കെട്ട് തുടരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് നേരത്തെയും ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതിനോടകം വന്നിട്ടില്ല എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടുമില്ല, മുറ്റത്തെ. ഓക്കെ, അപ്പോൾ ഇക്കാര്യം, അതായത് കോൺഗ്രസ് നേരത്തെ തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായൊരു പരിഹാരം കാണണം എന്നുള്ളത്. പക്ഷേ അത് ഈ ഒരു മഴക്കാലം അടുത്തിട്ട് പോലും ഇതിനൊരു പരിഹാരം കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ദൃശ്യത്തിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. കാരണം ഇത്രയധികം വരും ദിവസങ്ങളിൽ മഴ വരാനിരിക്കുകയുള്ളൂ. അതിന് മുൻപെയാണ് ഇത്തരത്തിൽ ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കും വലിയ രീതിയിലൊരു ഒരു വെള്ളക്കെട്ട് തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ, എങ്ങോട്ട് പോകുന്നത്? ഒരു മിനിറ്റ്. അല്ല, ഈ വെള്ളക്കെട്ടൊക്കെയാണല്ലോ, എങ്ങനെ പോകുന്നത്? എങ്ങനെ പോവാ? എല്ലാവരും കാണട്ടെ, കണ്ടു പഠിക്കട്ടെ. ഒരു മഴ തുടങ്ങിയിട്ടുള്ള മഴക്കാലം വന്നപ്പോൾ ഇങ്ങനെ, ഇനി എന്താ മുമ്പോട്ടുള്ള അവസ്ഥ? എല്ലാ വർഷവും തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അതന്നെ. എങ്ങനെ പോവുക ഈ കാൽനടയാത്രക്കാർ? പോകാൻ കഴിയില്ല. അതിന് പരിഹാരം അവർ കാണുന്നില്ല, അവരും കാണുന്നില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് തന്നെയാണ് നാട്ടുകാർക്കും പറയാനുള്ളത്. ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അധികൃതർ കണ്ണു തുറക്കുന്നില്ല. കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് പ്രധാനമായും പറയാനുള്ളത്. നേരത്തെയും, അതായത് ഇതിനു മുൻപ് കഴിഞ്ഞ മാസങ്ങളിൽ ഇടവിട്ടൊരു മഴ പെയ്തപ്പോഴേക്കും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നേരെ കാണുന്ന ഈ ഒരു ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെ ചെറിയ രീതിയിലൊരു വെള്ളക്കെട്ട് ഉണ്ടായി തുടങ്ങിയിരുന്നു. ആ സമയത്ത് പോലും കാൽനട യാത്രക്കാർ ഉൾപ്പെടെ അധികൃതരെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കടക്കേണ്ടതുണ്ട്. ആ വാർത്തയ്ക്ക് ശേഷം തീർച്ചയായും അഭിനയിലേക്ക് തന്നെ വരുന്നതാണ്. അറബിക്കടലിൽ നിന്ന് അപകടകരമായ കാർഗോ കടലിൽ വീണതായി അറിയിപ്പ്. കോസ്റ്റ് ഗാർഡ് KSMDക്ക് വിവരം കൈമാറി. തീരപ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പ്. തീരത്ത് കണ്ടെയ്നറുകൾ കണ്ടാൽ പോലീസിനെ വിവരം അറിയിക്കണമെന്നും തീരത്തടിഞ്ഞാൽ പൊതുജനം തുടരുതെന്നും നിർദ്ദേശമുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പൊതുജനത്തിന് മുന്നറിയിപ്പ് നൽകിയത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു,